അല്ല മറ്റൊരു ആഹ്, ചോദ്യം ചോദ്യമല്ല പലപ്പോഴും ആളുകൾ വളരെ ആശങ്കയോടുകൂടി ചോദിക്കുന്ന ഒരു കാര്യമാണ്. പലതരത്തിലുള്ള പാരന്റിങ് സ്റ്റൈൽസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1ഉം 2ഉം 3ഉം 4ഉം എന്നല്ല ഒരു 25, 30 പാരന്റിങ് സ്റ്റൈലുണ്ട്. ഇതെല്ലാം ശരിക്കും ആധികാരികമായിട്ടുള്ള പാരന്റിങ് സ്റ്റൈലുകളാണോ? ഒരു ശാസ്ത്രീയമായിട്ടുള്ള വശമുണ്ടോ? ചില പാരൻസൊക്കെ നമ്മളോട് വന്നിട്ട് പറയാറുണ്ട്, ഇൻ്റർനെറ്റ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഇങ്ങനത്തെ ഒരു ടൈപ്പ് പാരൻ്റാണ്. ഇനി എങ്ങനെ ഞാൻ ഇതിൻ്റെ ഒരു വലിയൊരു തമാശ എന്താണെന്നുണ്ടെങ്കിൽ ഇത് ഏത് ടൈപ്പ് പാരൻറ്റിംഗ് ആണെന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ഇതിൽ നിന്ന് പുറത്ത് വരാനോ ഇതിൽ മാറ്റം വരുത്താനോ എന്താ ചെയ്യേണ്ടതെന്ന് ഇവിടെ എഴുതിയിട്ടുമില്ല. അപ്പം രക്ഷിതാക്കൾ ഈ ഇൻ്റർനെറ്റൊക്കെ കണ്ടമാനം ഉപയോഗിക്കുന്നതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ആശങ്ക അവർക്കുണ്ട്. ശരിക്കും അങ്ങനെ ഒരു പാരൻറ്റിങ് സ്റ്റൈൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏതൊക്കെയാണ് ഒരു നല്ല സ്റ്റൈൽ പാരൻറ്റിങ്? ഈ ഇൻ്റർനെറ്റിനെ മുഴുവൻ വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം കൂടെ ഇതിനോട് ചേർത്തുണ്ട്. അല്ല, ഇൻ്റർനെറ്റ് നമുക്കറിയാം ഒരു എഡിറ്റിങ്ങോ സെൻസർഷിപ്പോ ഒന്നും ഇല്ലാത്തൊരു മേഖലയാണ്. ആർക്കും എന്തും എഴുതിയിടാം. അതിലെഴുതിയിടുന്നതിൽ വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഗവേഷണ പഠനങ്ങൾ തൊട്ട് ശുദ്ധ അസംബന്ധങ്ങൾ വരെ കാണും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഒന്ന് സെർച്ച് ചെയ്യുമ്പോൾ, ഗൂഗിളിലോ വേറെ ഏതെങ്കിലും ഒരു സെർച്ച് എഞ്ചിനിലോ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന സംഗതി എന്ന് പറയുന്നത് ഏറ്റവും ശാസ്ത്രീയമോ ആധികാരികമോ ആയ സംഗതി ആകണമെന്നില്ല. മറിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട സംഗതിയായിരിക്കാം. ഓക്കെ. അപ്പോൾ യൂട്യൂബിൽ തന്നെ എന്തെങ്കിലും പേരൻറ്റിങ് എന്ന് പറഞ്ഞൊരു വീഡിയോ സെർച്ച് ചെയ്താൽ ആദ്യം വരുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ഒരു വീഡിയോ ആയിരിക്കും. ഏറ്റവും ശാസ്ത്രീയമായതാകണമെന്നില്ല. നിർബന്ധം. ഏറ്റവും ആളുകൾ കണ്ടതെന്ന് പറയുന്നത് പലപ്പോഴും കുറച്ച് മസാലകൾ ചേർന്നതും കുറച്ച് എൻ്റർടൈൻമെൻറ്റ് വാല്യൂ കൂടുതലുള്ളതും അതിലെ കണ്ടൻറ്റ് 100% തെറ്റാണെങ്കിൽ പോലും കുറച്ച് കഥകളും ഇത്തിരി തമാശകളും അതിൻ്റെ പ്രസൻറ്റേഷൻ അട്രാക്റ്റീവ് ആണെങ്കിൽ കൂടുതൽ ആളുകൾ അത് കണ്ടെന്നിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ സെർച്ച് ചെയ്യുമ്പോൾ, ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന കാര്യം ശാസ്ത്രീയമാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പം വളരെ തെറ്റായ കാര്യങ്ങളായിരിക്കും. ഒരുപാട് തെറ്റായ ഇൻഫർമേഷൻസ് ഇൻ്റർനെറ്റിലൂടെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ പേരൻറ്റിങ് രീതികളെക്കുറിച്ച് പറഞ്ഞാൽ ശരിക്കും ശാസ്ത്രീയമായിട്ട് ഏറ്റവും കൂടുതൽ പഠനവിധേയമായിട്ടുള്ള 4 തരം പേരൻറ്റിങ് രീതികളാണ്. അതിലൊന്നാമത്തേത് അതോറിറ്റേറിയൻ പേരൻറ്റിങ് അല്ലെങ്കിൽ ഏകാധിപത്യ രക്ഷാകർതൃത്വം എന്ന് പറയും. ഒരുപക്ഷെ കഴിഞ്ഞൊരു തലമുറയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അതിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. സർ, ഇത് അതോറിറ്റേറിയൻ ആണോ അതോറിറ്റേറ്റീവ് ആണോ? അതോറിറ്റേറിയൻ ആണ് ഏകാധിപത്യം എന്ന് പറയുന്നത്. ഓക്കെ. അതോറിറ്റേറ്റീവ് വേറൊരെണ്ണം ഉണ്ട്, അതിലോട്ട് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുന്നത്. അതോറിറ്റേറിയൻ എന്ന് പറയുന്നതാണ് ഏകാധിപത്യ സ്വഭാവമുള്ളത്. ഇവിടെ അച്ചടക്കം മാത്രമേ ഉള്ളൂ, സ്നേഹമെന്നൊരു സംഗതിയേ ഇല്ല. കുട്ടി എന്ത് ചെയ്യണമെന്നെല്ലാം ഗൃഹനാഥൻ കൃത്യമായിട്ട് പറയും. അച്ഛനായിരിക്കാം, ചില വീടുകളിൽ അമ്മയായിരിക്കും. എത്ര മണിക്ക് എഴുന്നേൽക്കണം, എത്ര മണി വരെ പഠിക്കണം, എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, സകല കാര്യങ്ങളും കർശനമായ നിയന്ത്രണത്തിലാണ്. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യതിചലിക്കാൻ പാടില്ല. വ്യതിചലിച്ചാൽ കടുത്ത ശിക്ഷ കിട്ടുന്ന രീതിയാണ്. അപ്പോൾ എല്ലാ തരത്തിലും കർശന നിയന്ത്രണത്തിൽ ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യമോ സ്നേഹമോ ഇല്ലാതെയാണ് ഈ ഒരു രീതി പോകുന്നത്. അപ്പോൾ പല ആളുകളും പറയാറുണ്ട് ഇത് വളരെ നല്ല രീതിയാണ്. കാരണം ഒരു പരിധി വരെ കുട്ടികൾ വഴിതെറ്റാതിരിക്കാൻ അത് നല്ലതുമാണ്. പക്ഷെ ഒരു വലിയ കുഴപ്പമുള്ളതെന്ന് പറയുന്നത് ഈ അച്ഛൻ്റെ മകൻ തന്നെയാണ് വളർന്നു വരുന്നത്. ജനിതകമായിട്ട് ഒരേ സ്വഭാവമുള്ളവരാണ്. അപ്പോൾ ഈ കുട്ടി കൗമാരത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് അവൻ റിവോൾട്ട് ചെയ്യാൻ. അപ്പോൾ അത് വലിയ തോതിലുള്ളൊരു സംഘർഷത്തിലേക്ക് ഈ അച്ഛനും മകനും തമ്മിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് കുറച്ച് മുതിർന്നു കഴിയും. മറ്റൊരു പ്രശ്നം, ഇനിയിപ്പോൾ അച്ഛൻ വളരെ ഏകാധിപത്യ സ്വഭാവമുള്ളതും അമ്മ വളരെ പാവമായ ഒരാളുമായിരിക്കാം. ഈ മകൻ അല്ലെങ്കിൽ മകൾ ഈ അമ്മയുടെ ജനിതക സവിശേഷതകളുള്ള ഒരു പാവം പിടിച്ച ആളായിരിക്കാം. ഈ അഭിപ്രായ വ്യത്യാസം വരണമെന്നില്ല. പക്ഷേ എത്ര വയസ്സുവരെ ഈ കുട്ടിയെ കർശനമായിട്ട് ഇങ്ങനെ നിയന്ത്രിച്ചു പോകാൻ പറ്റും? മാക്സിമം +2 വരെ അല്ലേ? ആ +2 കഴിഞ്ഞൊരു കോളേജിലേക്ക് പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കേണ്ടി വരും, വീട് വിട്ട്. അവിടേക്ക് പോകുമ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം, ഫ്രീഡം എന്നൊരു കാര്യം അവൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. സ്വാതന്ത്ര്യം എങ്ങനെയാണ് യുക്തിസഹമായിട്ട് ഉപയോഗിക്കേണ്ടതെന്ന് അവന് ഒരു പരിചയവുമില്ല. പെട്ടെന്ന് ഈ സ്വാതന്ത്ര്യം കിട്ടുന്നു, അച്ഛൻ്റെ കൺവെട്ടത്തല്ല, സ്വാതന്ത്ര്യം ദുരുപയോഗിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പലപ്പോഴും ഇത്തരം കുട്ടികൾ എല്ലാത്തരം അനാരോഗ്യകരമായ പ്രവർത്തനങ്ങൾ, ലഹരിയായാലും മറ്റെല്ലാ തരത്തിലുള്ള പരീക്ഷണങ്ങളിലേക്ക് പോയി പലപ്പോഴും ജീവിതം പൂർണ്ണമായിട്ട് തകർക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇതാണ് ഈ ഏകാധിപത്യ രക്ഷാകർതൃത്വ രീതി. സർ, ഈ അതോറിറ്റേറിയൻ അല്ലെങ്കിൽ ഈ ഏകാധിപത്യ രീതിയിൽ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് കൊണ്ടുവരുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മളിപ്പോഴും പറയും പാരൻറ്റിങ്ങിൽ ഒരു ഡിസിപ്ലിൻ ആവശ്യമാണെന്ന് പറയും. അപ്പോൾ ഇത് യഥാർത്ഥ ഡിസിപ്ലിനും ഈ അതോറിറ്റേറിയൻ പാരൻറ്റിങ്ങും തമ്മിൽ എവിടെയാണ് ഒരു വ്യത്യാസം വരുന്നത്? ഒരു ബോർഡർ ലൈൻ എന്താണ്? അവിടെയാണ് നമ്മൾ ഈ രണ്ടാമത്തെ പേരൻറ്റിങ് രീതി, അതോറിറ്റേറ്റീവ് പേരൻറ്റിങ്. ഉച്ചാരണം വളരെ സിമിലറായിട്ട് തോന്നും, പക്ഷേ അതോറിറ്റേറ്റീവ് പേരൻറ്റിങ് എന്ന് പറഞ്ഞാൽ ആധികാരിക രക്ഷാകർതൃത്വം. ഇവിടെ അച്ചടക്കമുണ്ട്, സ്നേഹമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, ഉത്തരവാദിത്വ ബോധമുണ്ട്.
അപ്പോൾ ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്തുകൊണ്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ജീവിതത്തിൽ ഇപ്പം പൊതുവേ പറയാറുണ്ട്, ഈ മലയാളികളായ രക്ഷാകർത്താക്കളെക്കുറിച്ച് പറയാറുണ്ട്, ഇപ്പം സൈക്യാട്രിസ്റ്റുകളുടെ ഇടയിലുള്ള ഒരു സംസാരമാണ്. 18 വയസ്സിൽ താഴെയുള്ള കുട്ടിയെ കൊണ്ടാണ് വരുന്നതെങ്കിൽ അവരുടെ ഏറ്റവും സാധാരണ പരാതി ഒരനുസരണയില്ല, ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല. ഇതേ കുട്ടി 18 വയസ്സ് തികഞ്ഞ പിറ്റേ ദിവസം കൊണ്ടുവരുമ്പോൾ ഒരു ഉത്തരവാദിത്വ ബോധവും ഇല്ല, ഒന്നും ചെയ്യാനറിയില്ല. ഈ പൂർണ്ണമായ അനുസരണാശീലത്തിൽ നിന്ന് പൂർണ്ണമായ ഉത്തരവാദിത്വത്തിലേക്ക് ഒരു ദിവസം കൊണ്ടൊരു രാത്രി വെളുക്കുമ്പോൾ എങ്ങനെയാണ് പരിവർത്തനം സാധിക്കുക? സാധ്യമല്ല. അതൊരു ഫേസ്ഡ് ആയിട്ടുള്ളൊരു ഗ്രേഡഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അതാണ് ഈ അതോറിറ്റേറ്റീവ് പാരൻറ്റിങ്ങിൽ ഉദ്ദേശിക്കുന്നത്. നിയന്ത്രിതമായ സ്വാതന്ത്ര്യം നൽകി ആ സ്വാതന്ത്ര്യം കുട്ടി എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് നിരീക്ഷിച്ച് കുട്ടിയോട് ആ എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കി കുട്ടി നേരിട്ട പ്രതിസന്ധികൾ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്ത് അങ്ങനെ കുട്ടിയുടെ ഒരു ഡെവലപ്മെൻറ്റിൽ, ആ വളർച്ചയിലും വികാസത്തിലും നമ്മൾ കൂടെ നിൽക്കുന്നൊരു പ്രോസസ്സാണ് ഈ അതോറിറ്റേറ്റീവ് പാരൻറ്റിങ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ നോൺ നെഗോഷ്യബിൾ റൂൾസ് എന്ന് പറഞ്ഞ ചില സംഗതികളുണ്ട്, വീട്ടിലെല്ലാവരും പാലിക്കേണ്ട ചില നിയമങ്ങൾ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നു, അച്ഛനും അമ്മയും സർക്കാർ ഉദ്യോഗസ്ഥരാണ്, 6 മണിയാകുമ്പോൾ വീട്ടിൽ കയറണം. ഇതൊരു നോൺ നെഗോഷ്യബിൾ റൂളാണ്. അഥവാ വൈകിയാൽ കാരണം അറിയിക്കണം. അപ്പോൾ 4 മണിക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ 4 തൊട്ട് 6 വരെ കുട്ടിക്ക് കളിക്കാനുള്ള സമയമുണ്ട്. അത് കഴിഞ്ഞിട്ട് വന്നാൽ മതി. പക്ഷേ 6 മണിക്ക് വീട്ടിൽ കയറും. ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് വീട്ടിൽ വന്നേക്കരുത്, മറ്റൊരു നോൺ നെഗോഷ്യബിൾ റൂളാണ്, എല്ലാവർക്കും ബാധകമാണ്. വീട്ടിൽ വന്നാൽ 1 മണിക്കൂറേ മൊബൈൽ യൂസ് ചെയ്യാവൂ, എല്ലാവർക്കും ബാധകമാണ്, അച്ഛനും അമ്മയ്ക്കും അടക്കം ബാധകമാണ്. ഇതാണ് അതോറിറ്റേറ്റീവ് പാരൻറ്റിങ് എന്ന് പറയുന്നത്. ഈ അതോറിറ്റേറ്റീവ് പാരൻറ്റിങ്ങിൻ്റെ ഗുണം ചില കാര്യങ്ങളിൽ അച്ചടക്കം നിർബന്ധമാണ്. അത് എല്ലാവരും പാലിക്കുകയാണ് ചെയ്യുന്നത്. കുട്ടിക്ക് മാത്രം പാലിക്കുക, അച്ഛനും അമ്മയും എന്തും ചെയ്യുക എന്നുള്ളതല്ല. അച്ഛനും അമ്മയും ഒരു റോൾ മോഡലായി നിന്ന് മാതൃക കാണിച്ചു കൊടുത്ത് കുട്ടികൾ അതുപോലെ ആകണം എന്ന് പറയുകയാണ്. ഒരു ഹെൽത്തി മോഡലിംഗ് സ്റ്റൈൽ, ഹെൽത്തി മോഡൽ. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഫ്രീഡമുണ്ട്. ആ ഫ്രീഡം എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷേ എന്താണ് ആ ഫ്രീഡം മൂലം സംഭവിച്ചത് എന്നത് വീട്ടിലൊരു ഡിസ്കഷന് വിധേയമാക്കേണ്ടതുണ്ട്. ഒരു ക്വാളിറ്റി ടൈം വൈകുന്നേരം കുട്ടിയോടൊരു അരമണിക്കൂർ ചിലവ്, ഹൗ വാസ് യുവർ ഡേ, ഇന്നെങ്ങനെ ഉണ്ടായിരുന്നു ജീവിതം പറയുക. അപ്പോൾ അതിൽ എന്തെങ്കിലും തരത്തിലൊരു അൺഹെൽത്തി ഇൻഫ്ലുവൻസ് വരുന്നുണ്ടെങ്കിൽ തുടക്കത്തിലെ അറിയാനും അവിടെ ഇടപെടാനും രക്ഷിതാവിന് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ അതോറിറ്റേറ്റീവ് പാരൻറ്റിംഗ് ആണ് ഏറ്റവും നല്ലൊരു പാരൻറ്റിംഗ് രീതിയായിട്ട് പറയുന്നത്. അപ്പോൾ ഈ അതോറിറ്റേറ്റീവ് പാരൻറ്റിങ്ങിൽ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രീഡം കൊടുക്കണം, ആ ഫ്രീഡം എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നത് ഒബ്സർവ് ചെയ്യണം, അതിൽ നിന്നും ചില മെസ്സേജസ് അങ്ങോട്ട് കൊടുക്കണം. ഇപ്പോൾ ഒരു 3-3.5 വയസ്സാകുമ്പോൾ തന്നെ ചെറിയ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുക. ഇപ്പോൾ വൈകിട്ട് ഡിന്നർ വിളമ്പുമ്പോൾ ഗ്ലാസ് കൊണ്ട് മേശപ്പുറത്ത് വെക്കുക. 4 വയസ്സുള്ള കുട്ടിയെ ഏൽപ്പിക്കാം, കുഴപ്പമൊന്നുമില്ല. അവനെ ഏൽപ്പിക്കേണ്ട ജോലി, ഇത് നിൻ്റെ ജോലിയാണ്, ഇത് നീ ചെയ്തില്ലേ മറ്റാരും ഇത് ചെയ്യില്ല. അവൻ കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ ഒന്ന് അഭിനന്ദിക്കാം, ഒരു നല്ല വാക്ക് പറയാം. എന്നിട്ട് അന്ന് അവധിക്കാലം ആകുമ്പോഴത്തേക്ക് വീട്ടിലെ ചെടികൾ വെള്ളം ഒഴിക്കുന്ന പോലെയുള്ള ചെറിയ ചില കാര്യങ്ങളിലേക്ക് കൂടി ഇൻവോൾവ് ചെയ്യും. ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ആ വീട്ടിലുള്ള കാര്യങ്ങളിലേക്ക് അവനെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ട് ഒരു റെസ്പോൺസിബിൾ പേഴ്സണായിട്ട് അവനെ വളർത്തിയെടുക്കുക, അതിലേക്ക് വരിക. അപ്പോൾ ഒരു 10 വയസ്സ് കഴിയുമ്പോൾ തന്നെ വീട്ടിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്തെങ്കിലും എടുക്കുമ്പോൾ കുട്ടിയുടെ അഭിപ്രായം കൂടെ ചോദിക്കാം. ഇപ്പോൾ ഒരു കാറ് വാങ്ങാൻ പോവുകയാണ്, കുട്ടിയോട് നമ്മൾ ചോദിക്കാം, നമ്മളുടെ കാറ് വാങ്ങാൻ ഉദ്ദേശിക്കുകയാണ്, ഏത് വാങ്ങണം? ചിലപ്പോൾ കുട്ടി BMW വേണം, ബെൻസ് വേണം എന്നൊക്കെ പറയും. പറഞ്ഞാൽ ഉടനെ അവനെ പരിഹസിക്കാൻ നിൽക്കണ്ട, പ്രായോഗികമായിട്ട് തന്നെ സംസാരിക്കും. ഓക്കെ, ഈ കാറിൻ്റെ വില എത്രയാണെന്ന് നിനക്കറിയാമോ? ഇത്രയാണ്. അച്ഛൻ്റെ അമ്മയുടെയും മാസ ശമ്പളം ഇത്രയാണ്. അപ്പോൾ ഈ കാർ വാങ്ങിയാൽ നമുക്ക് EMI, ഈസിലി മന്ത്ലി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമ്മുടെ വരുമാനത്തിൻ്റെ 80% പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വീട്ടിലിപ്പോൾ ഉള്ള ചില കാര്യങ്ങളിൽ നമുക്ക് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നീ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഹൈ സ്പീഡ് അൺലിമിറ്റഡ് 5G ഇൻ്റർനെറ്റ് നമുക്കങ്ങ് കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ തന്നെ കുട്ടി അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിക്കും. ബാക്കി ഇപ്പോൾ നിന്നെ വീട്ടിൽ നിന്ന് കാറിൽ കൊണ്ട് വിടുന്നുണ്ടല്ലോ സ്കൂളിൽ, അതങ്ങ് ഒഴിവാക്കേണ്ടി വരും, നീ ബസ്സിൽ കയറി പോകേണ്ടി വരും. ഇങ്ങനെ കുറച്ച് അസൗകര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ കുട്ടി തന്നെ പറയും ഏതെങ്കിലും സാധനം വാങ്ങിയാൽ മതി. ഇതാണ് ഒരു പാർട്ടിസിപ്പേറ്ററി മോഡൽ ഓഫ് നെഗോഷിയേഷൻ. കുട്ടിക്കൊരു ഫീലിംഗ് വരുന്നു, അവനെ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതെൻ്റെ വീടാണ്, എൻ്റെ അഭിപ്രായത്തിനിവിടെ വിലയുണ്ട്, എനിക്കും ഇവിടെ വിലയുണ്ട്. ഈ ഒരു ഫീലിംഗ് വന്നാൽ ആ ഫാമിലിയുമായിട്ടുള്ള ബോണ്ട് ഭയങ്കരമായിരിക്കും. അതിനകത്തേക്ക് പുറമേ നിന്നൊരാൾ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറയും. അതാണ് അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. ഇനി മൂന്നാമതൊരു പാരൻറ്റിങ് രീതിയുണ്ട്, പെർമിസീവ് പാരൻറ്റിങ് എന്ന് പറയും.
ഓർ ഇൻ്റലിജൻറ്റ് പേരൻറ്റിങ്. ഇവിടെ ലാളനാത്മക രക്ഷാകർതൃത്വം എന്ന് പറയും. സ്നേഹം മാത്രമേ ഉള്ളൂ, അച്ചടക്കമില്ല. കുട്ടി എന്ത് പറഞ്ഞാലും സാധിച്ചു കൊടുക്കും, ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങൾ വയ്ക്കുന്നില്ല. സ്വാഭാവികമായും അനാരോഗ്യകരമാണെന്ന് പറയേണ്ടതില്ലല്ലോ. അവൻ ആഗ്രഹിക്കുന്നതെല്ലാം ഇത്തിരി ബഹളം വെച്ചാൽ നടക്കും ഒരു തോന്നൽ വന്നാൽ നാളെ ഒരു കാലത്ത് വീടിന് പുറത്തും ഇതേപോലെ ബഹളം വയ്ക്കുകയും അവിടെ ആഗ്രഹങ്ങൾ നടക്കാതെ വരുമ്പോൾ വലിയ പ്രതിസന്ധികളിലേക്ക് അത് വഴിതെളിക്കുകയും ചെയ്യും. നാലാമതൊരു പേരൻറ്റിങ് രീതി ഉള്ളതാണ് നിഗ്ലക്റ്റഡ് പേരൻറ്റിങ്, അവഗണനാത്മക രക്ഷാകർതൃത്വം. ഇവിടെ അച്ഛനും അമ്മയും തിരക്കുള്ളവരായിരിക്കും, അവരൊരു പക്ഷേ ജോലി ചെയ്യുന്നവരായിരിക്കാം, വ്യവസായം നടത്തുന്നവരായിരിക്കാം. അവർക്ക് കുട്ടിക്ക് വേണ്ടി ചെലവഴിക്കാൻ സമയമില്ല. സ്വാഭാവികമായും പേരൻറ്റിൽ നിന്ന് കിട്ടേണ്ട സ്നേഹവും കിട്ടുന്നില്ല, അച്ചടക്കവും കിട്ടുന്നില്ല. അപ്പോൾ ഒരു വല്ലാത്ത ജീവിതം എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ കാര്യങ്ങളും ഭൗതിക സാഹചര്യങ്ങളെല്ലാം നിറവേറ്റപ്പെടുന്നുണ്ട്. വലിയ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, പുസ്തകങ്ങളുണ്ട്, ട്യൂഷനുണ്ട്, ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ട്. പക്ഷേ ഒരു ഹ്യൂമൻ കണക്റ്റ് ഇല്ല. സ്വാഭാവികമായിട്ടും കിട്ടുന്ന സുഹൃത്തിൻ്റെ സ്വാധീനത്തിന് പെട്ടുപോകും. അപ്പോൾ ഭാഗ്യത്തിന് ഒരു നല്ല സുഹൃത്തിനെ കിട്ടിയാൽ ചിലപ്പോൾ നല്ല വഴിക്ക് പോകും. പക്ഷേ പലപ്പോഴും ഇങ്ങനെയുള്ള കുട്ടികൾ അല്പം സ്വതന്ത്രരായി നടക്കുന്ന കുട്ടികളുമായിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. ആ സ്വതന്ത്രരായ കുട്ടികൾ ഒരുപക്ഷെ ഒരല്പം ഡീവിയൻ ബിഹേവിയർ ഉള്ളവരായിരിക്കാം. അപ്പോൾ ആ ഒരു വഴിക്ക് ഈ കുട്ടിയും പോകാനുള്ള സാധ്യതകൾ. അപ്പോൾ ഈ 4 തരം പേരൻറ്റിങ്ങുകളാണ് ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള പഠനവിധേയമായിട്ടുള്ള പേരൻറ്റിങ്ങുകൾ. വേറെയും ചില മാതൃകകൾ പറയാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റിങ്ക്റ്റീവ് പേരൻറ്റിങ് എന്നൊരു വാക്ക് പറയാറുണ്ട്. ചോദനാത്മക രക്ഷാകർതൃത്വം. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളെ എങ്ങനെയാണോ നമ്മുടെ രക്ഷാകർത്താക്കൾ വളർത്തിയത് അതേ രീതിയിൽ കുട്ടിയെ വളർത്തുക. തെങ്ങിൽ കെട്ടിയിട്ട് അടിച്ചതുകൊണ്ടാണ് ഞാൻ നന്നായത് എന്നെനിക്ക് തോന്നുന്നുവെങ്കിൽ ഞാൻ എൻ്റെ കുട്ടിയെ തെങ്ങ് കിട്ടുന്നില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കെട്ടിയിട്ട് അടിക്കുന്നു. അപ്പോൾ അതിലൊരു കുഴപ്പമുള്ളത് കാലം മാറിയിട്ടുണ്ട്. ഇപ്പോൾ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ കഴിഞ്ഞിരുന്നൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ അടി വലിയ പ്രശ്നമല്ല. കാരണം അടി കിട്ടിക്കഴിഞ്ഞാലും 5 മിനിറ്റ് കഴിയുമ്പോൾ സമപ്രായക്കാരായ കുറേ കുട്ടികൾ വരും, എല്ലാവരും കൂടെ പോയി പന്ത് കളിക്കും, അല്ലെങ്കിൽ നീന്താൻ പോകും. അന്ന് വൈകുന്നേരം ആകുമ്പോൾ ഈ അടി കിട്ടിയ കാര്യം ഓർമ്മയിലില്ല, മനസ്സിൽ നിന്ന് മാറിപ്പോയി. പക്ഷേ അണുകുടുംബ വ്യവസ്ഥിതിയിൽ കഴിയുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ 2 കുട്ടികൾ കാണും, പക്ഷേ 2 പേരും തമ്മിൽ സംസാരിക്കത്തില്ല. 2 പേരും അവരവരുടെ മൊബൈലുമായി അവരവരുടെ റൂമിലായിരിക്കും, ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. അവിടെ അടി കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വലിയൊരു ഇമോഷണൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഈ അടിയെന്ന് പറയുന്നത് മാതാപിതാക്കൾക്ക് തന്നെ ഇഷ്ടമല്ല എന്നുള്ളതിൻ്റെ തെളിവായിട്ട് ആ കുട്ടി എടുക്കും. പലപ്പോഴും അത് വലിയ തോതിലുള്ള പ്രതിസന്ധികളിലേക്ക് നയിക്കും. ഇനി അടുത്തൊരു സംഗതി ഉള്ളത് അറ്റാച്ച്മെൻറ്റ് പേരൻറ്റിങ് എന്ന് പറഞ്ഞൊരു സംഗതി പറയാറുണ്ട്. ഇവിടെ പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ വീടുകളിലൊക്കെ ഒരു രക്ഷിതാവ് ചിലപ്പം വിദേശത്തായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം ബ്രോക്കൺ ഫാമിലി ആയിരിക്കാം. ഈ വിദേശത്ത് രക്ഷിതാവുള്ള അല്ലെങ്കിൽ ദൂരസ്ഥലത്ത് രക്ഷിതാവ് കഴിയുന്ന ഒരു ഫാമിലികളിലാണ് ഈ അറ്റാച്ച്മെൻറ്റ് പേരൻറ്റിങ് വരുന്നത്. അപ്പം വർഷത്തിൽ 11 മാസവും കുട്ടിയെ കാണാതിരിക്കുന്ന രക്ഷിതാവ് ഒരു മാസം അവധിക്ക് വരുന്നു. വന്ന ഒരു മാസം ചിലപ്പോൾ കുട്ടിയുടെ അവധിക്കാലവും കൂടെ ആയിരിക്കും. കുട്ടിക്ക് വേണ്ടുന്നതെല്ലാം അങ്ങ് സാധിച്ചു കൊടുക്കുന്നു, പറയുന്നിടത്തെല്ലാം കൊണ്ടുപോകുന്നു, പറയുന്നതെല്ലാം വാങ്ങിക്കൊടുക്കുന്നു. അവൻ്റെ നിയന്ത്രണത്തിലാണ് മൊത്തം കാര്യം. മൊബൈൽ അൺലിമിറ്റഡായിട്ട് യൂസ് ചെയ്യാൻ കൊടുക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ഒരു മാസം കഴിഞ്ഞ് ഫ്ലൈറ്റ് പിടിച്ച് തിരിച്ചങ്ങ് പോകും. പിന്നെ ഈ പറയുന്ന അനിയന്ത്രിതമായ സ്വാതന്ത്ര്യത്തിൽ നിന്നൊരു അച്ചടക്കത്തിലേക്ക് ഈ കുട്ടിയെ കൊണ്ടുവരാൻ ഈ വീട്ടിലുള്ള രക്ഷിതാവ് കഷ്ടപ്പെടുന്നൊരവസ്ഥ വരും. ഈ കുട്ടിയുടെ മനസ്സിൽ ഈ വിദേശത്തുള്ള രക്ഷിതാവ് ദൈവവും ഈ വീട്ടിലുള്ള രക്ഷിതാവ് പിശാചും എന്നുള്ളൊരവസ്ഥ വരികയും ചെയ്യും. ഇതൊരു വലിയൊരു പ്രോബ്ലമാറ്റിക് രീതിയാണ്. അപ്പോൾ വിദേശത്ത് കഴിയുന്ന രക്ഷിതാക്കൾ നാട്ടിൽ വരുമ്പോൾ കുട്ടിയെ സ്നേഹിക്കുന്നതും യാത്രയ്ക്ക് കൊണ്ടുപോകുന്നതും എല്ലാം നല്ലതാണ്. പക്ഷേ ആ അടിസ്ഥാനപരമായ അച്ചടക്കം അതെന്താണോ അത് തുടരാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നുള്ളതും കൂടെ. അടക്കി വെച്ച സ്നേഹം മുഴുവൻ ഒറ്റയടിക്ക് അങ്ങ് കൊടുത്ത് അങ്ങ് പോകരുത്. പക്ഷേ സ്നേഹം കൊടുക്കാം, പക്ഷേ അച്ചടക്കത്തിൻ്റെ ഫണ്ടമെൻ്റലിൽ ഇളക്കം തട്ട്. ഇനി ഹെലികോപ്റ്റർ പേരൻറ്റിങ് എന്ന് പറഞ്ഞ മറ്റൊരു സാധനം പറയാറുണ്ട്. ഹെലികോപ്റ്ററിൻ്റെ ജോലി അറിയാമല്ലോ. ഇപ്പം ഹെലികോപ്റ്റർ എന്നുള്ള വാക്കിനേക്കാൾ ഡ്രോൺ പേരൻറ്റിങ് എന്ന് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഡ്രോണാണ് ആ ജോലി കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് കുട്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളത് സൂക്ഷ്മ നിരീക്ഷണത്തിന് വിധേയമാക്കി സംശയദൃഷ്ടിയോടെ കുട്ടിയെ കാണുക. അപ്പോൾ കുട്ടി മുറിക്കകത്ത് കയറി കഴിഞ്ഞാൽ താക്കോൽ പഴുതിലൂടെ നോക്കി കുട്ടി എന്ത് ചെയ്യുന്നു, കുട്ടിയുടെ മുറിയിൽ കയറി ചെക്ക് ചെയ്യുന്നു, എൻ്റെ ബാഗ് പരിശോധിക്കുന്നു. അപ്പോൾ കുട്ടി എന്തോ അപകടം ക്ഷണിച്ചു വരുത്തുകയാണ്, അല്ലെങ്കിൽ അനാരോഗ്യകരമായ കാര്യം ചെയ്യണമെന്നുള്ള മുൻവിധിയോടെ കുട്ടിയെ പൂർണ്ണമായ നിരീക്ഷണത്തിന് വിധേയമാക്കുന്ന ഒരു സംഭവമാണ് ഇത്. അപ്പോൾ ഇത് ഒരു പരിധിവരെ നല്ലതാണെന്ന് ചില രക്ഷിതാക്കൾ വിശ്വസിക്കുന്നു. കാരണം കുട്ടി എന്ത് ചെയ്താലും നമുക്കറിയാൻ പറ്റുമല്ലോ. പക്ഷേ ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലേ. ഇപ്പോൾ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് പറയാവുന്ന ഏറ്റവും മനോഹരമായ വാചകം ഐ ട്രസ്റ്റ് യു എന്നുള്ളതാണെന്ന് പറയാറുണ്ട്. ഐ ലവ് യു എന്ന് പോലും അല്ല, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. കാരണം വിശ്വാസം എന്ന് പറഞ്ഞൊരു സംഗതി സമ്പൂർണ്ണമാണെങ്കിൽ സ്നേഹവും മറ്റു കാര്യങ്ങളും എല്ലാം അതിൽ അന്തർലീനമാണെന്നുള്ളതാണ്.
ആ പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ദീർഘകാല ബന്ധങ്ങൾ വികസിപ്പിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ വളർച്ചയുടെ ഒരു പ്രധാന ലക്ഷ്യമാണ്. പക്ഷേ ഈ ഹെലികോപ്റ്റർ പാരൻറ്റിങ്ങിലൂടെ കടന്നു പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാരൻസിന് അവരെ ട്രസ്റ്റ് ഇല്ല എന്ന് തോന്നുന്നു. സ്വാഭാവികമായി ഇവരുടെ മറ്റുള്ളവരുടെ ഇടപെടലിലും ഇതിൻ്റെ റിഫ്ലക്ഷൻസ് വന്നു തുടങ്ങും. ആരെയും വിശ്വസിക്കാൻ പറ്റില്ല, എല്ലാവരും നമുക്ക് പാര വയ്ക്കാം, അവർ പറയുന്നൊന്നും ശരിയാകണമെന്നില്ല, എല്ലാവരും കള്ളം പറയും. അപ്പോൾ ഒരു പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായൊരു ബന്ധം, അത് സൗഹൃദമായാലും പ്രണയമായാലും ദാമ്പത്യമായാലും ഒന്നും പറ്റാത്തൊരവസ്ഥ വരും. ഒരു പാരനോയിഡ് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു സംശയ പ്രകൃതിയുള്ളൊരു വ്യക്തിത്വ വൈകല്യത്തിലേക്ക് പലപ്പോഴും ഇത്തരം കുട്ടികൾ പോകാനുള്ള സാധ്യതയുണ്ട്. സർ, ഇവിടെ ഒരു ചോദ്യമുള്ളത്, ഈ രക്ഷിതാക്കളുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കേൾക്കുന്നത് മുഴുവൻ വളരെ നെഗറ്റീവായിട്ടുള്ള വാർത്തകളാണ്. വളരെ അച്ചടക്കമുള്ള നല്ല കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളുടെ ബാഗിൽ പോലും അനാവശ്യമായ കാര്യങ്ങളൊക്കെ കണ്ട് എത്തുന്നു. അവർ ചിലപ്പോഴൊക്കെ അറിയാതെയാണെങ്കിൽ പോലും ഒരു കാരിയറായിട്ട് മാറുന്നു. അപ്പോൾ രക്ഷിതാക്കൾ ചോദിക്കുന്നൊരു ചോദ്യം, ഇത് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്വത്തിൻ്റെ കൂടെ ഭാഗമല്ലേ ഞങ്ങൾ ഇവരുടെ മുറി ഒന്ന് പരിശോധിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ബാഗിൽ അവർ പോലും അറിയാതെ ഈ പക്വതയില്ലാത്ത പ്രായത്തിൽ ഒരു സാധനം കണ്ടെത്തുക എന്നുള്ളത്, അല്ലെങ്കിൽ അത് ഉണ്ടെന്ന് ഇല്ല എന്ന് ഉറപ്പ് വരുത്തുന്നതൊക്കെ ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിനോട് നമ്മൾ എങ്ങനെയാണ് ഒരു മറുപടി കൊടുക്കേണ്ടത്? ഇവിടെയും നമ്മൾ നേരത്തെ പറയാനുള്ളൊരു കാര്യം, ഈ പാരൻറ്റും കുട്ടിയും തമ്മിൽ മ്യൂച്വൽ ട്രസ്റ്റിൽ അധിഷ്ഠിതമായൊരു റിലേഷൻഷിപ്പ് വളരേണ്ടതായിട്ടുണ്ട്. ഇതിന് ഏറ്റവും നല്ല ഒരു മാർഗം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചൊരു ക്വാളിറ്റി ടൈമാണ്. ആ ക്വാളിറ്റി ടൈമിൽ കുട്ടിക്ക് പറയാനുള്ളതൊക്കെ കേൾക്കുക. അപ്പോൾ കുട്ടിയുടെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ അവൻ റിഫ്ലക്റ്റ് ചെയ്യും. എൻ്റെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പറയും, എൻ്റെ ക്ലാസ്മേറ്റായിട്ടുള്ള കുട്ടപ്പൻ തൊട്ടപ്പുറത്തിരിക്കുന്ന പെങ്കൊച്ചിന് ലവ് ലെറ്റർ എഴുതി കൊടുത്തു പറയും. അപ്പം നമുക്ക് ആ ഒരു വിഷയം ഡിസ്കസ് ചെയ്യാനുള്ളൊരു ചാൻസ് ഓപ്പൺ ആവുകയാണ്. ഇതാരാണ് കുട്ടിയോട് സംസാരിക്കേണ്ടത്? ഇത്തരം സെൻസിറ്റീവ് വിഷയങ്ങൾ നമ്മുടെ കുട്ടിയോട് സംസാരിക്കേണ്ടത് നമ്മൾ തന്നെയല്ലേ, അല്ലാതെ നാട്ടുകാരല്ലല്ലോ സംസാരിക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കി പോകാതെ അതൊരു നല്ലൊരു ചാൻസ് കിട്ടുകയാണ്. എന്താണ് പരസ്പരമുള്ള സൗഹൃദം? ഒരു സൗഹൃദത്തിൻ്റെ ആരോഗ്യകരമായ അതിർവരമ്പ് എവിടെയാണ്? എപ്പോഴാണ് ഒരു ബന്ധം ഒരു വൈകാരിക അടിമത്വമായി മാറുന്നത്? അതുകൊണ്ടുള്ള അപകടങ്ങൾ എന്തൊക്കെയാണ്? ഇത്തരം കാര്യങ്ങൾ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യാനൊരു ഗ്യാപ്പ് കിട്ടുകയാണ്. 10 വയസ്സിന് മുൻപ് തന്നെ ഈ ലഹരി വസ്തുക്കളെക്കുറിച്ച് കുട്ടികളോട് നമ്മൾ തുറന്ന് സംസാരിക്കണം. കൗമാരത്തിലെത്തിയിട്ടല്ല സംസാരിക്കുന്നത്. കാരണം ആ പ്രായമാകുമ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് പല വഴികളിൽ നിന്നും അറിവ് കിട്ടും. കാരണം 10 വയസ്സ് വരെ കുട്ടികൾക്ക് ആ വിഷ്വൽ മെമ്മറി അത് ഉണ്ട്, പക്ഷേ അവർക്കൊരു ക്രിട്ടിക്കൽ തിങ്കിങ്, ഗുണദോഷ യുക്തി വിചാരം വികസിച്ചിട്ടുമില്ല. കണ്ണിൽ കാണുന്നതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കുന്നൊരു പ്രായമാണ്. അപ്പോൾ ആ ഒരു പ്രായത്തിൽ തന്നെ ലഹരി വസ്തുക്കളെന്നൊരു സംഗതികളുണ്ട്. അത് തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കും, നമ്മുടെ മാനസികാരോഗ്യത്തെ നശിപ്പിക്കും. ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുകയും ഈ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടു പോയ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു ദാരുണമായ ഒരു ജീവിതാവസ്ഥയെക്കുറിച്ച് അല്പം ഗ്രാഫിക്കായിട്ട് തന്നെ ചില കഥകൾ പറയുന്നത് നല്ലതാണ്. വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കും അത്. 7 or 8 വയസ്സുള്ളൊരു കുട്ടിക്ക് മദ്യപിച്ച് രക്തം ഛർദ്ദിച്ച് മരിച്ച ഒരു വ്യക്തിയുടെ ഒരു ജീവിതാനുഭവം രക്ഷിതാവ് പറഞ്ഞു കൊടുത്താൽ അത് ആഴത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഇതേ കഥ 14 വയസ്സിൽ പറഞ്ഞാൽ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കത്തുമില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ കഞ്ചാവ് ഉപയോഗിച്ച് മാനസിക നില തകർന്ന് ഒരു മനോരോഗിയായിപ്പോയ ഒരു വ്യക്തിയുടെ ഒരു അനുഭവം 8 വയസ്സുള്ളൊരു കുട്ടിയോട് പറഞ്ഞാൽ വളരെ ആഴത്തിലുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും അത്. പിന്നീട് കുട്ടിയുടെ മനസ്സിൽ അത്തരം എന്ത് കാര്യം വന്നാലും കുട്ടി അത് ഷെയർ ചെയ്യും. അപ്പോൾ ഇവിടെയൊക്കെ കൗമാരത്തിലേക്ക് കുട്ടികൾ എത്തുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അവരുടെ ചർച്ചകളിൽ വരും എന്നത് സ്വാഭാവികമാണ്. നമ്മൾ ഈ കഥ പറഞ്ഞു കൊടുത്തോന്ന് വിചാരിച്ചുകൊണ്ട് ഇതൊന്നും അവർ സംസാരിക്കുകയേ ഇല്ല എന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. അവരുടെ പുറത്ത് ഫ്രണ്ട്സിൻ്റെ ഇൻഫ്ലുവൻസ് വരും. അവിടെയും നമ്മൾ ഈ പറഞ്ഞ പോലെ എന്തും സംസാരിക്കാനുള്ളൊരു ചാനലായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലെ അന്തരീക്ഷം ഓപ്പൺ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു ഡിസ്കഷൻ വന്നു. അതിൽ ഒരു ക്ലാസ്മേറ്റ് പറഞ്ഞു, ഇന്ന ലഹരി വസ്തു ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓർമ്മ കൂടും എന്ന് സോഷ്യൽ മീഡിയയിൽ ഇന്ന ആൾ പറഞ്ഞു. ചിലപ്പോൾ ഒരു സെലിബ്രിറ്റി ആയിരിക്കാം. അങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയുടെ മറ്റൊരു പ്രശ്നമാണല്ലോ അത്. അപ്പോൾ അത് എന്തുകൊണ്ട് ശരിയല്ല? ഒരുപക്ഷെ ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചു അത് ഗംഭീരമാണെന്ന് പറഞ്ഞ പല അന്താരാഷ്ട്ര സെലിബ്രിറ്റികളുടെയും ജീവിതത്തിൽ ഈ ലഹരി വസ്തുക്കളുടെ ഇമ്പാക്റ്റ് എങ്ങനെ ദുരന്തം വിതച്ചു കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഈ സെലിബ്രിറ്റിയായ ഒരു വ്യക്തിയുടെ പുറമേ കാണുന്ന ജീവിതവും അവരുടെ യഥാർത്ഥ ജീവിതവും തമ്മിലുള്ള കോൺട്രാസ്റ്റൊക്കെ നമുക്ക് പറഞ്ഞു കൊടുത്ത് ഒരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് കുട്ടിയെ നയിക്കാനുള്ള നല്ലൊരു അവസരം നമുക്കത് വഴി കിട്ടുകയാണ്. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ വല്ലപ്പോഴുമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നതിൽ കുറ്റം പറയുന്നില്ല, പക്ഷേ
നിരന്തരമായ സംശയദൃഷ്ടിയോടെ. കുട്ടി എന്ത് പറഞ്ഞാലും അതിനെ വിശ്വസിക്കില്ല, കുട്ടി എന്ത് പറഞ്ഞാലും അത് തെറ്റായിരിക്കുമെന്ന മുൻവിധിയോടെ ഒരു സംശയത്തിൻ്റെ നിഴലിൽ കുട്ടിയെ നിർത്തുന്നത് ആരോഗ്യകരമായില്ല. അതിനേക്കാൾ നല്ലത് എനിക്ക് തോന്നുന്നു നമ്മുടെ കുട്ടിയുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ്, ഫ്രണ്ട്സ് ആരൊക്കെയാണെന്ന് അറിയുക. ആ ഫ്രണ്ട്സിൻ്റെ പാരൻസുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് വെക്കുക. അതായിരിക്കും കൂടുതൽ നല്ലൊരു മോണിറ്ററിങ് സിസ്റ്റം. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ പാരൻസ് എല്ലാം കൂടെ ഒരു ഗ്രൂപ്പായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആണെങ്കിൽ ഈ നെറ്റ്വർക്കിലുള്ള ഏതെങ്കിലും ഒരു കുട്ടിയുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും ഒരു ഭാവമാറ്റം വന്നാൽ ആ പേരൻ്റ് അത് ഒബ്സർവ് ചെയ്ത് ബാക്കി പേരൻസിനെ അറിയിച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ജാഗ്രതയോടെ ആ സാഹചര്യത്തിനെ ഹാൻഡിൽ ചെയ്യാൻ നേരിടാനായിട്ട് പറ്റും. പറ്റും. അതായിരിക്കാം കൂടുതൽ നല്ലത്. ഇതിൻ്റെ ഒപ്പമുള്ളൊരു കാര്യം, ഇപ്പോൾ വല്ലപ്പോഴൊക്കെയെങ്കിലും ചിലപ്പോൾ പാരൻസ് ഒന്ന് പരിശോധിക്കും മുറി, കുട്ടി പോകുന്ന വഴി കറക്റ്റാണോ എന്നൊക്കെ അറിയാനതിന് വേണ്ടിയിട്ട്. ഇങ്ങനെ പരിശോധിച്ചു, ഒരുപക്ഷെ ആശങ്കയ്ക്കിട വരുന്ന ഒരു കാര്യം ആ രക്ഷിതാവ് കണ്ടു. അവരുടെ ട്രസ്റ്റ് ലെവലൊക്കെ ഒരു ഇതും ഓക്കെ ആയിരിക്കുമ്പോൾ തന്നെ ഇങ്ങനൊരു കാര്യം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അവിടെ മുതലാണ് രക്ഷിതാക്കൾ അങ്കലാപ്പിൽ വരുന്നത്. കാരണം ഇത് കണ്ടുപിടിക്കുകയും ചെയ്തു, ഇനി കുട്ടിയോട് പറഞ്ഞാൽ കുട്ടിക്ക് ഈ ഒരു ട്രസ്റ്റ് എലമെൻറ്റ് നഷ്ടപ്പെടുമോ, പറഞ്ഞില്ലെങ്കിൽ ഇതൊരു ആപത്തിലേക്ക് പോകാനായിട്ടുള്ളൊരു തുടക്കമാവുമോ, ഇങ്ങനൊരു ഒരു ഒരു ഡൈലമയുള്ള ഈ ഒരു സിറ്റുവേഷൻ ഒരു രക്ഷിതാവ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് ശരിക്കും? ഇത് നമ്മൾ തീർച്ചയായിട്ടും കുട്ടിയോട് ഡിസ്കസ് ചെയ്യേണ്ട വിഷയമാണ്. എങ്ങനെ ഡിസ്കസ് ചെയ്യണം? പല വീട്ടുകാരും ചെയ്യുന്നത് അത് വലിയൊരു ഒച്ചപ്പാട്, ബഹളം, ചീത്തവിളി, അടി, നെഞ്ചത്തടി, നിലവിളി, അങ്ങ് ഡ്രമറ്റൈസ് ചെയ്യും. ഒരിക്കലും ചെയ്യരുതെന്നുള്ളതാണ്. നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, കൗമാരപ്രായത്തിലുള്ള കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാവുന്നത് അവരുടെ ഒരു പ്രവൃത്തി മൂലം അവരുടെ അച്ഛനോ അമ്മയോ സത്യസന്ധമായി സങ്കടപ്പെടുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ അവരവരുടെ നിലപാട് മാറ്റാൻ തയ്യാറാവും. ഒരു പക്ഷേ ഒന്ന് വിഷമിച്ചിരിക്കാം. ആ കുട്ടി വരുമ്പോൾ പഴയതുപോലെ പ്രസരിപ്പില്ലാതെ ഒന്ന് മൗനത്തിൽ അല്പം സങ്കടപ്പെട്ടിരിക്കാം. കുട്ടി സ്വാഭാവികമായിട്ട് വന്ന് ചോദിക്കുക, എന്താ മിണ്ടാതിരിക്കുന്നതെന്ന് ചോദിക്കും. നമുക്ക് ഈ വിഷയം ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അത് അല്പം സങ്കടത്തോടെ തന്നെ ഒന്ന് കരഞ്ഞാലും തെറ്റില്ല എന്നുള്ളതാണ്. കാരണം അവൻ അങ്ങനെ ഒരു കാര്യം യൂസ് ചെയ്ത് എത്രമാത്രം നമ്മളെ വിഷമിപ്പിച്ചു എന്നത് നമ്മുടെ വാക്കിലൂടെയും ഭാവത്തിലൂടെയും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ അമ്മയ്ക്ക് അല്ലെങ്കിൽ അച്ഛന് യഥാർത്ഥത്തിൽ സങ്കടം വന്നു എന്ന് മനസ്സിലാകുമ്പോൾ കുട്ടികൾക്ക് തീർച്ചയായിട്ടും അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാകും. അവിടെയും ശ്രദ്ധിക്കണം, അതൊരു ചീത്തവിളി, തർക്കം, അടി അതിലേക്ക് പോകാതെ നമ്മൾ ആ സങ്കടം എന്ന ഭാവം തന്നെ കൃത്യമായിട്ട് എക്സിബിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. കുട്ടി സ്വാഭാവികമായിട്ടും അത്തരം സിറ്റുവേഷൻസിൽ ഒന്ന് അവനൊരു വിഷമത്തിൻ്റെ ഇതിലോട്ട് വരും. എങ്ങനെയാണ് ഇതിലോട്ട് എത്തിയതെന്ന് ശാന്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. ഒരുപക്ഷെ ഏതെങ്കിലും കൂട്ടുകാരൻ്റെ സ്വാധീനത്തിലാണോ, ചിലപ്പോൾ അവനറിയാതെ അവൻ്റെ ബാഗിലിട്ടതാകാം. ആ പോസിബിലിറ്റിയും തള്ളിക്കളയാൻ പറ്റില്ല, അങ്ങനെ സംഭവിക്കാം. അപ്പോൾ ചിലപ്പോഴെങ്കിലും ഇപ്പം ക്ലാസ്സിൽ ഒരു ചെക്കിങ് നടക്കുന്ന സമയത്ത് എന്തെങ്കിലും സംഗതികൾ അടുത്തിരിക്കുന്ന നിഷ്കളങ്കനായ ഒരു കുട്ടിയുടെ ബാഗിലോട്ട് ഇട്ട് വെക്കുക എന്നുള്ളതൊക്കെ ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ കുട്ടി അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അറിഞ്ഞിട്ടില്ല എങ്കിൽ അവനെ നമ്മൾ ആദ്യമേ കയറി അങ്ങ് കുറ്റപ്പെടുത്തി ഒരു ബഹളത്തിലേക്ക് പോയി ചെയ്യുന്ന അവൻ്റെ മനസ്സിന് വല്ലാത്ത ആഘാതം ഉണ്ടാക്കും. പക്ഷെ നമ്മൾ വിഷമിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു സാധനം കയ്യിലിരുന്നാൽ അതുണ്ടാക്കുന്ന വിഷമം നമ്മൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കുക. അവിടെ നമ്മുടെ കുറച്ച് നിയമപരമായിട്ടുള്ള കാര്യങ്ങളും കൂടെ നമ്മളൊന്ന് സംസാരിക്കണം കുട്ടിയോട്. കാരണം ഇങ്ങനെയൊരു സാധനം, ഒരു പ്രത്യേക പദാർത്ഥം നമ്മുടെ കയ്യിൽ നിന്ന് കണ്ടുപിടിക്കുകയാണ്, അതൊരു നിശ്ചിത അളവിൽ കൂടുതൽ ആണ് എങ്കിൽ അതുണ്ടാക്കുന്ന നിയമപ്രശ്നങ്ങൾ 20 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളടക്കം നമ്മുടെ ജീവിതം തന്നെ തകർന്നു പോകാവുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് കുട്ടിയോട് സംസാരിക്കാം. അപ്പോൾ ഈ ഒരു വിഷയം വരെ ആകാൻ വേണ്ടി നമ്മൾ കാത്തു നിൽക്കേണ്ട കാര്യമില്ല. 3 കാര്യങ്ങളെക്കുറിച്ച് 10 വയസ്സിന് മുൻപ് തന്നെ നമ്മൾ സംസാരിക്കണം എന്ന് പറയും. 1 അടിസ്ഥാന നിയമ സാക്ഷരത, 2 മാനസികാരോഗ്യ സാക്ഷരത, 3 സൈബർ സാക്ഷരത. ഈ 3 കാര്യങ്ങളും 10 വയസ്സിന് മുൻപേ തന്നെ നമ്മൾ കുട്ടികളോട് സംസാരിക്കാം. അപ്പോൾ കുട്ടികളോട് സംസാരിക്കേണ്ട പ്രധാനപ്പെട്ടൊരു നിയമമാണ് ഈ NDPSA ആക്ട്, അല്ലെങ്കിൽ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട്. ഇതൊരു വളരെ പൈശാചികമായ നിയമമായിട്ടാണ് കരുതപ്പെടുന്നത്. കാരണം അത് കൃത്യമായ രീതിയിൽ നടപ്പിലാക്കി കഴിഞ്ഞാൽ അത് വലിയ തോതിലുള്ള ഒരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്. കനത്ത ശിക്ഷയും കാര്യങ്ങളും പറഞ്ഞിട്ടുള്ള ഒരു നിയമമാണ്. അങ്ങനത്തെ നിയമങ്ങളാണ് ലോകമെമ്പാടും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു ഇതിൻ്റെ പട്ടികയിൽ പെട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ ഒരിക്കലും പരിഹാരമില്ലാത്ത രീതിയിൽ തകർത്ത് കളയാം എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ 10 വയസ്സിന് മുൻപ് തന്നെ നമുക്ക് സംസാരിക്കാം. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു കാര്യം, നേരത്തെ പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ, ഒരു റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ടായിരിക്കും ഈ ഒരു കാര്യം വരുന്നത്. ഇനി എന്തെങ്കിലും കാരണവശാൽ കുട്ടിയിൽ സ്ഥിരമായിട്ട് ഉപയോഗിച്ചതിന് അഡിക്റ്റഡായി പോയിട്ടുണ്ട് എങ്കിൽ
അതൊരു പ്രൊഫഷണൽ ഹെൽപ്പ് വേണ്ടുന്ന അവസ്ഥയാണ്. കാരണം ഒരു ലഹരി അടിമത്തം എന്ന് പറയുന്നത് ചികിത്സ ആവശ്യമുള്ളൊരു മാനസികാരോഗ്യ പ്രശ്നമായിട്ട് ലോകാരോഗ്യ സംഘടന പറയുന്നൊരു കാര്യമാണ്. അതിന് കൃത്യമായിട്ടുള്ളൊരു ഒരു ഹെൽപ്പ്, പ്രൊഫഷണൽ ഹെൽപ്പ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അവിടെ അത്യാവശ്യമായിട്ടുള്ളത്.